ഉത്സവ സീസണല്ലേ ഇപ്പോൾ. ഏത് ഉത്സവത്തിന് പോയാലും നമ്മുടെയെല്ലാം മെയിൻ ടാർഗറ്റ് അവിടെയുള്ള ഫുഡ് സ്റ്റാളിൽ കയറി എന്തെങ്കിലും കഴിക്കുകയല്ലേ. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഐറ്റമാണ് ഈ ഗോബി ഫ്രൈ. അപ്പോൾ ഇന്ന് നമുക്ക് അതേ ടേസ്റ്റ് കിട്ടുന്ന പോലെ നല്ല ഹൈജീനായി വീട്ടിൽ തന്നെ ഒരു ഗോബി ഫ്രൈ ഉണ്ടാക്കിയാലോ. ഞാൻ അവിടെ ഒരു കോളിഫ്ലവർ എടുത്തേക്കുന്നത്. ഇപ്പം ഇങ്ങനെ ഒരു മാജിക് കാണിച്ചാൽ കോളിഫ്ലവർ മൊത്തം കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കട്ട് ചെയ്ത കോളിഫ്ലവർ മൊത്തം ഇട്ട് 5 മിനിറ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നമുക്കിനി വേറൊരു പാത്രത്തിൽ ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇവിടെ ഒരു 1/4 കപ്പോളം കോൺഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കടലപ്പൊടിയും കൂടി ഇട്ട് മസാലപ്പൊടികളായിട്ട് ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തേക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം ജീരകപ്പൊടിയും കുറച്ച് ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു നല്ല ബാറ്ററാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന കോളിഫ്ലവറും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങളെ കയ്യിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ബാറ്റർ കുറച്ച് തിക്കാവാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി തന്നെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് വേറൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ബാച്ചായിട്ട് നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് മാത്രം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, കാരണം ഞാൻ ഈ വെളിച്ചെണ്ണ റീയൂസ് ചെയ്യാറില്ല. വെളിച്ചെണ്ണ അങ്ങനെ റീയൂസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിക്ക് നല്ലതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കലും ഫ്രൈ ചെയ്ത ഓയിൽ പിന്നെ യൂസ് ചെയ്യുന്നതല്ല. 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിനൊരു ടിഷ്യൂ പേപ്പറിലേക്കുള്ള പ്ലേറ്റിലേക്ക് മാറ്റിയിടാം. ലാസ്റ്റത്തെ ബാച്ച് ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ ഒരു 2 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിടുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നല്ല തട്ടുകട സ്റ്റൈൽ ഗോബി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.